തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NDAയുടെ പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വർത്തമാനകാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പുതിയ അഭിപ്രായങ്ങൾ വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. വിവരങ്ങൾ MS വീണയാണ് നൽകുന്നത്. വീണ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടങ്ങളിൽ ജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്സാണ്. അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിലും മുൻപ് കർണാടക രാഷ്ട്രീയത്തിലുമൊക്കെ പയറ്റി തെളിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ്. അതിനാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒരുപക്ഷെ ആ രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ കൂടി നടത്തുമല്ലോ. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഈ പ്രകടന പത്രികയിലേക്ക് അഭിപ്രായങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന നടപടി. വീണ, തീർച്ചയായും വളരെ വ്യത്യസ്തമായൊരു നിലപാടാണ് BJPയും രാജീവ് ചന്ദ്രശേഖറും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നാട്ടിൽ ഇത്തരത്തിലുള്ള ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ മറ്റു പാർട്ടികളൊക്കെ അവരുടെ പ്രകടന പത്രികയിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പാലിക്കപ്പെടാതെ പോകാറുമുണ്ട്. അത് ഇലക്ഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, വോട്ട് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനു മുമ്പ് LDF സർക്കാരും ഒക്കെ നടത്തിയത് നമ്മൾ കാണുന്നതും അത് പാഴായിപ്പോയതും നമ്മൾ കണ്ടതുമാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റു മുന്നണികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് പ്രകടന പത്രികയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിഷമതകൾ, അവർ എന്താണ് ഉന്നയിക്കുന്നത്, ആ വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് BJPയും രാജീവ് ചന്ദ്രശേഖറും എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലുള്ളൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വ്യക്തികൾക്ക്, അതായത് സംരംഭകർക്ക്, വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നഗരത്തിലായാലും ഗ്രാമത്തിലായാലും കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത മനുഷ്യരും, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, തെരുവുകളിൽ ഉറങ്ങുന്ന സാധാരണ മനുഷ്യർ, അത്തരത്തിലുള്ള ഒരുപാട് പേർ തലസ്ഥാന ജില്ലയിൽ അടക്കമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തുമ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ മാനിക്കാതെയാണ് അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും BJPയിൽ അറിയിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിൽ എത്തിക്കുക, എല്ലാവർക്കും ഉന്നമനം എത്തിക്കുക, അവരുടെ വിഷമതകൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം ഉണ്ടാവുക, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത്തരത്തിൽ വരുന്ന, അതായത് നഗര പരിധിയിലും കോർപ്പറേഷൻ പരിധിയിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പരിധിയിലും ഗ്രാമപഞ്ചായത്ത് പരിധിയിലും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും, വിദ്യാർത്ഥികളിൽ നിന്നും, അതുപോലെ തന്നെ സംരംഭകരിൽ നിന്നും, കർഷകരിൽ നിന്നും, സാധാരണക്കാരിൽ നിന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് സുസ്ഥിരമായൊരു വികസനം, നാടിന്റെ ഒരു വികസനം തന്നെയാണ് BJPയും രാജീവ് ചന്ദ്രശേഖറും ലക്ഷ്യമിടുന്നത്. അത് കൃത്യമായി ലഭിക്കുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച്, അവരുടെ വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും അതിലൊരു പരിഹാരം കാണുവാനാണ് BJP ശ്രമിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരിൽ നിന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവരുടെ ജീവിത നിലവാരവും വികസനവുമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തെ വികസനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം കൂടിയാണ് BJP ഇപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളടക്കം കേരളത്തെ വീണ്ടും കുതിപ്പിന്റെ ലോകത്തെ വികസനത്തിന്റെ മാതൃകയിലേക്ക്, വികസന കുതിപ്പിലേക്ക് എത്തിക്കുന്ന പല ആശയങ്ങളും BJP ആയാലും രാജീവ് ചന്ദ്രശേഖർ പലതവണ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ മുന്നിട്ട് പല പാർട്ടികളും ഇലക്ഷൻ വോട്ട് രാഷ്ട്രീയമൊക്കെ മുന്നിട്ട് കണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ ചെങ്കച്ചുള്ളയിൽ പോലുള്ള ജനങ്ങൾ ഇടുങ്ങിപ്പാർക്കുന്ന നഗരമധ്യത്തെ സ്ഥലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് BJPയും രാജീവ് ചന്ദ്രശേഖറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്താൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണ് എന്ന കാര്യത്തിൽ BJPയെ എതിർക്കുന്ന ആളുകൾക്ക് പോലും സംശയമുണ്ടാകില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലുമൊക്കെ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഇതിനകം തന്നെ വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിനാൽ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ ഒരുങ്ങുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.